ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കുള്ള എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ ആദ്യ ഭാഗമാണ്. അപ്പോൾ സിലബസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടോപ്പിക്സ് ഒന്നുകൂടി പറയാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കണക്ക് 25 മാർക്ക്, ജനറൽ സയൻസ് 25 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. ഇങ്ങനെയാണ് 100 ചോദ്യങ്ങൾക്കുള്ള പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ച് മാത്രം പഠിച്ചാൽ മതിയാകും എന്നുള്ളതാണ്. അതായത് മറ്റുള്ള വിഷയങ്ങളിലെ ചോദ്യോത്തരങ്ങൾ കൂടുതലായി പഠിക്കുക. അത് ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ, മുൻകാല ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഹിമാലയാസ് അഥവാ ഹിമാലയമാണ്. ഓക്കെ, ഇനി ഹിമാലയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഹിമാലയം എന്നത് ഒരു പർവ്വതമല്ല, പർവ്വത നിരയാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്ന രൂപം കൊണ്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയം. അപ്പോൾ ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്ന രൂപം കൊണ്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയം? തെഥീസ് സമുദ്രം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയും ഏറ്റവും വലിയ മടക്ക് പർവ്വതനിരയും ഹിമാലയം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര, ഉയരം കൂടിയ പർവ്വതനിര ഇതൊക്കെ ഹിമാലയമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡസ് പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻഡസ് പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വീട് അഥവാ മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. ഹിമാലയത്തിന്റെ ഏകദേശ നീളം 2400 കിലോമീറ്റർ ആണ്. വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതുവരെ ഉയരം, നീളം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര അല്ലെങ്കിൽ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര അഥവാ മടക്ക് പർവ്വതനിരയാണ് ഹിമാലയം. പ്രായം കുറഞ്ഞ പർവ്വതനിര ഏതാണെന്ന് പഠിക്കുമ്പോൾ തന്നെ പ്രായം കൂടിയ മടക്ക് പർവ്വതനിര ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതനിര. ഇന്ത്യയിലെയും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയതും ഏറ്റവും പഴക്കമുള്ളതുമായ മടക്ക് പർവ്വതനിര കൂടിയാണ് ആരവല്ലി. അപ്പോൾ ആരവല്ലി എന്നത് ഒരു അവശിഷ്ട പർവ്വതവുമാണ്. ഇന്ത്യയുടെ ഭൂവിഭാഗമായ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ് ഈ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവ. അപ്പോൾ ട്രാൻസ് ഹിമാലയവും ഹിമാലയം ഒന്നല്ല, രണ്ടാണ്. ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയ നിരകളുടെ ഉയരം കുറവാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകളുടെ പേരുകൾ. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകളുടെ പേരുകളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകളാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. അപ്പോൾ ഹിമാലയത്തിലെ പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ഹിമാലയത്തിലെ പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. ട്രാൻസ് ഹിമാലയത്തിലെ പർവ്വതനിരകൾ കാറക്കോറം, ലഡാക്ക്, സസ്കർ എക്സെട്ര. ഇതുമായി റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ് പർവ്വതം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാറക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിനും സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാറക്കോറം പർവ്വത നിരയിലാണ്. അപ്പോൾ കൈലാസ പർവ്വതവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാറക്കോറം പർവ്വത നിരയിലാണ്.
ഇന്ത്യയുടെയും അഥവാ ജമ്മു കാശ്മീർ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെയും അതിർത്തിയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് PSC റെയിൽവേ ക്വസ്റ്റ്യൻ ആണ്. എത്ര രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നത്? എത്ര രാജ്യങ്ങളിലായിട്ടാണ്? അപ്പോൾ 6 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം എന്ന പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ 6 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന 3 നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ആണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? അത് ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാദ്രി തന്നെയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നും അറിയപ്പെടുന്നത്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹിമാലയത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അത് എവറസ്റ്റ് ആണ്. പർവ്വത നിരയാണ് ഹിമാലയം. ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അത് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. നേപ്പാളിൽ എവറസ്റ്റിനെ സാഗർ മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേപ്പാളിൽ സാഗർ മാത എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? എവറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉയരം 8848 മീറ്റർ ആണ്. ഹിമാലയത്തിലെ ഉയരം കൂടിയ ചില പർവ്വതങ്ങളാണ് നേപ്പാളിലെ എവറസ്റ്റ്, ഇന്ത്യയിലെ കാഞ്ചൻജംഗ, ഇന്ത്യയിലെ തന്നെ നന്ദാദേവി തുടങ്ങിയവ. ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി എക്സെട്രയാണ്. അപ്പോൾ ഇതിൽ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ചൻജംഗയാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ തന്നെ ഭാഗമായ ഹിമാദ്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അത് സിക്കിമാണ്. ഇനി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എക്സെട്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ്. അതുപോലെ തന്നെ ഹിമാലയൻ നിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയവും ആരവല്ലിയും മടക്ക് പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതുകൂടാതെ യൂറോപ്പിലെ ആൽപ്സും സൗത്ത് അമേരിക്കയിലെ ആൻഡസും പ്രശസ്തമായ മടക്ക് പർവ്വതങ്ങളാണ്. ഇത് പഠിച്ചു വെക്കണം. ഹിമാലയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഫാക്ട്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആങ് സാൻ സൂചി ഏത് രാജ്യത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയാണ്? ആങ് സാൻ സൂചി ഏത് രാജ്യത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയാണ്? മ്യാൻമാർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. PSCയുടെയും റെയിൽവേയുടെയും പബ്ലിക് എക്സാമിൻ്റെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആങ് സാൻ സൂചി ഏത് രാജ്യത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ആങ് സാൻ സൂചിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആങ് സാൻ സൂചി എന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ബർമയുടെ രാഷ്ട്രപിതാവും ബർമ ഗാന്ധി എന്നറിയപ്പെടുന്ന ജനറൽ ആങ് സാങ്ങിൻ്റെ മകളാണ് ആങ് സാൻ സൂചി. ഇവർ ജനിച്ചത് ബർമയിലാണ്. മ്യാൻമാറിൻ്റെ പഴയ പേരാണ് ബർമ. രാഷ്ട്രീയക്കാരിയാണ്, എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയും മുഖ്യമായിരുന്ന അവർ മ്യാൻമാറിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1989 മുതൽ പല തവണകളിലായി 15 വർഷം വീട്ടുതടങ്കലിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് വാർത്താ പ്രാധാന്യം കിട്ടിയത്. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന മുന്നണി സ്ഥാപിച്ച വ്യക്തിയാണ് ആങ് സാൻ സൂചി. അതുപോലെ തന്നെ 1991 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1992 നെഹ്റു പീസ് പ്രൈസും ആങ് സാൻ സൂചിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽസ് പറയുന്നത് ആ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് സ്വയം ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആങ് സാൻ സൂചിയെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ബർമയുടെ രാഷ്ട്രപിതാവും ബർമ ഗാന്ധി എന്നറിയപ്പെട്ടതുമായ ജനറൽ ആങ് സാൻ്റെ മകളാണ് ആങ് സാൻ സൂചി. രാഷ്ട്രീയക്കാരിയാണ്, എഴുത്തുകാരിയാണ്, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. മ്യാൻമാറിൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന മുന്നണി സ്ഥാപിച്ചത് ആങ് സാൻ സൂചിയാണ്. അതുപോലെ തന്നെ 1991 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. 92 നെഹ്റു പീസ് പ്രൈസും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആങ് സാൻ സൂചി എന്ന് കേട്ടാൽ തന്നെ മ്യാൻമാർ എന്ന രാജ്യം ഓർത്തു വെക്കുക.
അപ്പോൾ 1991 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ മനുഷ്യാവകാശ പ്രവർത്തക ആരാണെന്ന് ചോദിക്കാവുന്നതാണ്. ഇത് കൺഫ്യൂഷനാകും. 1991 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ആങ് സാൻ സൂചിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വാദങ്ങളിൽ ഏതാണ് ശക്തമായത് എന്ന് തിരിച്ചറിയുക. ചോദ്യം ഇതാണ്: പച്ചക്കറി വിപണികളിൽ സർക്കാർ പോളിത്തീൻ ബാഗുകൾ നിരോധിക്കണമോ? അപ്പോൾ ഇതിൻ്റെ വാദങ്ങൾ: 1, വേണം, അവ പരിസ്ഥിതിക്ക് ഉയർന്ന അപകട സാധ്യത ഉണ്ടാക്കുന്നു. പച്ചക്കറികൾ വാങ്ങുവാൻ ആളുകൾക്ക് സ്വന്തം ബാഗുകൾ കൊണ്ടുവരാൻ കഴിയും. വാദം 2, വേണ്ട, അത് സൗകര്യപ്രദമാണ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ഏത് വാദമാണ് ശക്തമായത്? ഇവിടെ ചോദ്യവും വാദവും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാവൂ. അപ്പോൾ ഇതിലെ ചോദ്യവും പൊതുവായ ആവശ്യവുമായി ബന്ധപ്പെട്ടായതിനാൽ തന്നെ ഇതിൽ ആദ്യത്തെ വാദം മാത്രമാണ് ശക്തമായത്. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതലായി വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇതേ രീതിയിലുള്ള 30-ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ നമ്മുടെ ചാനലിൽ പെയ്ഡ് ക്ലാസ്സായി നൽകുന്നതാണ്. അപ്പോൾ 400 രൂപയാണ് ഒരു മാസത്തേക്കുള്ള ഫീസ്. നെക്സ്റ്റ് മന്ത് പകുതി മുതൽ പെയ്ഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ആവശ്യമുള്ള ക്ലാസ്സുകൾ ഉണ്ടെന്ന് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, സയൻസ്, പ്രോബ്ലംസ് ചോദ്യങ്ങൾ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നിവയുമായി റിലേറ്റ് ചെയ്ത വീഡിയോസാവും പെയ്ഡായി നൽകുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത്? ആരാണ് ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത്? ഡെമോക്രിറ്റസ് ആണ് ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത്. ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ 1-ലധികം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ഇത് 1807 അതുപോലെ തന്നെ ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത് ഡെമോക്രിറ്റസ് ആണ്. അതിൻ്റെ അർത്ഥം മുറിക്കാൻ സാധിക്കാത്തത് എന്നാണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുറിക്കാൻ സാധിക്കാത്തത് എന്നാണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത് ഡെമോക്രിറ്റസ് ആണ്. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുറിക്കാൻ സാധിക്കാത്തത് എന്നാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക നിർദ്ദേശിച്ചത് ആരാണെന്നുള്ളതാണ്. ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക നിർദ്ദേശിച്ച വ്യക്തി റൂദർഫോർഡ് ആണ്. ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ച വ്യക്തി നീൽസ് ബോർ ആണ്. ഇതിനെ ബോർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പോൾ ആറ്റത്തെക്കുറിച്ച് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ കൊണ്ടാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിന് ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. അതുപോലെ തന്നെ ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനങ്ങളിലെ നിർണായക ഘടകം കൂടിയാണ് ഇലക്ട്രോൺ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടോണിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ചാർജ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി ഇവ ഓരോന്നും കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് നോക്കാം. പ്രോട്ടോൺ, ന്യൂക്ലിയസ് ഇവ കണ്ടുപിടിച്ച വ്യക്തി റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ, ന്യൂക്ലിയസ് ഇവ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ന്യൂട്രോണിന് ചാർജില്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ സാധാരണയായി ആറ്റങ്ങൾ ന്യൂട്രലാണ്. അവയ്ക്ക് ഒരേ നമ്പർ പോസിറ്റീവ് പ്രോട്ടോണും നെഗറ്റീവ് ഇലക്ട്രോണും ഉണ്ടാകും. അതിനാൽ തന്നെ അവ ന്യൂട്രലാണ്, അതായത് ചാർജ് ഇല്ല. എന്നാൽ ചാർജുള്ള ആറ്റങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ അയോണുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചാർജുള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് അയോണുകൾ. ഇലക്ട്രോണിനേക്കാൾ കൂടുതൽ പ്രോട്ടോൺ വന്നാൽ അതിൻ്റെ ചാർജ്, ഈ പോസിറ്റീവ് അയോണുകൾ അറിയപ്പെടുന്നത് കാറ്റയോണുകൾ എന്നാണ്. പോസിറ്റീവ് അയോണുകൾ അറിയപ്പെടുന്നത് കാറ്റയോൺ എന്നാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ വന്നാൽ ചാർജ് നെഗറ്റീവ് ആകും. ഇങ്ങനെയുള്ളതിനെ പറയുന്ന പേര് ആനയോൺ എന്നാണ്. അതായത് നെഗറ്റീവ് അയോണുകൾ ആനയോണുകളാണ്, പോസിറ്റീവ് അയോണുകൾ കാറ്റയോണുകളാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. പോസിറ്റീവ് അയോണുകൾ കാറ്റയോണുകൾ, നെഗറ്റീവ് അയോണുകൾ ആനയോണുകൾ. അപ്പോൾ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജം അറിയപ്പെടുന്നത് തന്നെ അയോണീകരണ ഊർജം എന്നാണ്. അയോണൈസേഷൻ എനർജി. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അയോണീകരണ ഊർജം. ഇനി അറ്റോമിക നമ്പർ, മാസ് നമ്പർ, ന്യൂട്രോണുകളുടെ എണ്ണം എന്നാൽ എന്ത്? ഇവയൊക്കെ ഒന്ന് ഡീറ്റെയിലായി അറിഞ്ഞിരിക്കണം. എന്താണ് അറ്റോമിക നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക നമ്പർ. അപ്പോൾ എന്താണ് മാസ് നമ്പർ?
പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം ആണ് മാസ് നമ്പർ. അഥവാ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണങ്ങളുടെ തുകയാണ് മാസ് നമ്പർ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണങ്ങളുടെ തുകയാണ് മാസ് നമ്പർ. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം ഈസിക്കൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആറ്റത്തിൻ്റെ പ്രതീകം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറ്റോമിക നമ്പർ, മാസ് നമ്പർ, ന്യൂട്രോണുകളുടെ എണ്ണം എന്നിവ കണ്ടുപിടിക്കുന്നത് നോക്കാം. എക്സാമ്പിൾ അലൂമിനിയം Al. അറ്റോമിക നമ്പർ 13ഉം മാസ് നമ്പർ 27ഉമാണ്. ഒരു മൂലകം എഴുതുമ്പോൾ താഴെ എഴുതുന്നത് അറ്റോമിക നമ്പറും മുകളിൽ വരുന്നത് മാസ് നമ്പറുമാണ്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം ആണല്ലോ അറ്റോമിക നമ്പർ. പ്രോട്ടോൺ എത്രയാണ്? 13ആണ്. പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഇലക്ട്രോണും 13. അപ്പോൾ മുകളിലുള്ളത് മാസ് നമ്പറാണ്, അതായത് 27ആണ്. ഇതിൽ നിന്ന് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്താം. പ്രോട്ടോൺ ഈസിക്കൽ ടു 13, ഇലക്ട്രോൺ 13. സോ ന്യൂട്രോൺ ഈസിക്കൽ ടു 27 മൈനസ് 13, 14. അപ്പോൾ ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം 14ആണ്. ഓക്കെ, ഇനി ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള വ്യത്യസ്ത ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് സെയിം അറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഇസ് കോൾഡ് ഐസോടോപ്പ്. എക്സാമ്പിൾ അയൺ ആൻഡ് നിക്കൽ. മാസ് നമ്പർ അയണിൻ്റെയും നിക്കലിൻ്റെയും 58ആണ്. അറ്റോമിക് നമ്പർ നിക്കലിൻ്റെത് 28ആണ്, അയണിൻ്റെത് 26ആണ്. ഇതാണ് ഐസോടോപ്സ്. ഇനി എന്താണ് ഐസോബാറുകൾ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഐസോബാറുകൾ എന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ദാറ്റ് മീൻസ് സെയിം മാസ് നമ്പർ വിത്ത് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ഇസ് കോൾഡ് ഐസോബാർസ്. അപ്പോൾ ആറ്റത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആറ്റം എന്ന വാക്ക് കണ്ടുപിടിച്ചത് ഡെമോക്രിറ്റസ് ആണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? റൂദർഫോർഡ് ആണ്. ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബോർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ കൊണ്ടാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തി റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ചാർജുള്ള ആറ്റങ്ങളെ പറയുന്ന പേര് എന്താണ്? അയോണുകൾ എന്നാണ്. പോസിറ്റീവ് അയോണുകളെ കാറ്റയോണുകളെന്നും നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. എന്താണ് അറ്റോമിക നമ്പർ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ. എന്താണ് മാസ് നമ്പർ? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണങ്ങളുടെ തുക മാസ് നമ്പറാണ്. എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഇനി എന്താണ് ഐസോടോപ്സ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഐസോബാർസ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -15 മൈനസ് ബ്രാക്കറ്റ് ഓഫ് -18 മൈനസ് 35 ഭാഗം 5 ഈസിക്കൽ ടു ഡാഷ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കണക്ക് ബോർഡ് മാസ് തിയറി അനുസരിച്ച് ചെയ്യാനുള്ളതാണ്. അതായത് ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് പിന്നെ ഭാഗിക്കുക, അതിനുശേഷം ഗുണനം, പിന്നീട് കൂട്ടുക, കുറയ്ക്കുക, ഈ രീതിയിൽ. ബോർഡ് മാസ് അതിൽ ആദ്യം ഡിവിഷനാണ്, ആദ്യം ഭാഗിക്കണം. 35 ഭാഗം 5 ഈസിക്കൽ ടു 7. ദെൻ -18 മൈനസ് 7 ഈസിക്കൽ ടു -25. സോ -15 -25 ഈസിക്കൽ ടു 10. അപ്പോൾ അതാണ് ശരി ഉത്തരം. ഇനി അതുപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 10 വർഷത്തേക്ക് 7.25% സാധാരണ വാർഷിക പലിശ നിരക്കിൽ 1600 രൂപ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്രയായിരിക്കും? അപ്പോൾ പലിശ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. പലിശ ഈസിക്കൽ ടു തുക ഇൻറ്റു കാലാവധി ഇൻറ്റു പലിശ നിരക്ക് ഡിവൈഡ് ബൈ 100. ഇക്വേഷൻ ഏതാണ്? പലിശ ഈസിക്കൽ ടു തുക ഇൻറ്റു കാലാവധി ഇൻറ്റു പലിശ നിരക്ക് ഡിവൈഡ് ബൈ 100. വാല്യൂ അപ്ലൈ ചെയ്യുക. 1600 ഇൻറ്റു 10 ഇൻറ്റു 7.25 ഡിവൈഡ് ബൈ 100. വെട്ടിക്രിയ ചെയ്താൽ 160 ഇൻറ്റു 7.25 ഈസിക്കൽ ടു 1160. അപ്പോൾ അതാണ് ശരി ഉത്തരം. ഇനി ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏതാണ് ഇവയ്ക്കിടയിൽ ബന്ധം ശരിയായി പ്രതിനിധീകരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏതാണ് ഇവയ്ക്കിടയിൽ ബന്ധം ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ആനകൾ, പുലികൾ,
മൃഗങ്ങൾ. അപ്പോൾ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ വെൻ ഡയഗ്രം ഉപയോഗിച്ചുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കലാണ് ഇവിടെ ചെയ്യേണ്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആനകൾ, പുലികൾ, മൃഗങ്ങൾ. അപ്പോൾ ഇവിടെ മൃഗങ്ങളിൽ പെടുന്നതാണ് ആനയും പുലിയും. കൂടാതെ ആനയും പുലിയും തമ്മിൽ സാമ്യം ഒന്നും ഇല്ല. അതിനാൽ ഓപ്ഷൻ 2 ശരിയായ ഉത്തരം. അതായത് എയും ബിയും 2 ജീവിവർഗങ്ങളാണ്. അതായത് ആനയും പുലിയും 2 ജീവിവർഗങ്ങളാണ്. ഇവ രണ്ടും മൊത്തത്തിൽ മൃഗങ്ങളായി പരിഗണിക്കുന്നു. അപ്പോൾ വെൻ ഡയഗ്രത്തിലെ 2ാമത്തെ ഓപ്ഷനാണ് ശരിയായി വരുന്നത്. എങ്ങനെയാണ് വെൻ ഡയഗ്രം ഉപയോഗിച്ചുള്ള ക്രിയകൾ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത RRBയുടെ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ടുന്ന ടോപ്പിക്സിൽ നിന്ന് എല്ലാ ടോപ്പിക്സിൽ നിന്നുമുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.